ആരായിരുന്നു? നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര്? രമൺ. എന്താ? രമൺ. രമണനല്ല, സുഗുണൻ. അത് രമണൻ പറഞ്ഞു വിട്ടിട്ട് വന്ന സുഗുണൻ. രമണൻ പറഞ്ഞു വിട്ട് വന്ന സുഗുണൻ. സുഗുണനാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട്. 5 ലക്ഷം രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സുഗുണൻ തന്നെ. സുഗുണൻ തന്നെ. ഇതേ 5 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ? 5 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ? അതേ കൊണ്ടുവന്ന് വെച്ചിരിക്കല്ലേ. എന്താ പരിപാടി കാണിക്കുന്നത്? കാശ് വേണ്ടേ? കാശ് വേണം. ഇവിടെ എത്ര നേരം കൊണ്ട് അറബി നിന്നെ നോക്കി ഇവിടെ നിൽക്കുവായിരുന്നറിയാമോ? അയ്യോ, അറബി പോയാ? അറബി പോയിട്ടില്ല, അറബി ലഞ്ച് തിന്നുക. ഇതൊക്കെ എങ്ങനെ കടിച്ചു പറിച്ച് തിന്നണം ഓർക്കണത്? എന്ത് ബെഞ്ച്? എനിക്ക് ഇവിടെ കാണാൻ നിന്നാ പറയാ, നീ കേൾപ്പി പോയിട്ട് കാര്യമുണ്ടോ? ഇവിടെ ബെഞ്ച് എന്നല്ല പറഞ്ഞേ, പിന്നെ അറബി ലഞ്ച് കഴിച്ചോണ്ടിരിക്കുക. വരുമ്പോൾ ഈ പൈസ നീ അറബിയുടെ കൈ കൊടുക്കണം. അതെ, ഞാനേ ആദ്യമായിട്ടാണ് ഈ അറബിനെ കാണുന്നത്. ഈ അറബി എങ്ങനെ ഇരിക്കും? നീ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ തന്നെ അറബി ഇരിക്കുന്നത്, അല്ല ഉച്ചുകുത്തിയല്ല അറബി ഇരിക്കുന്നത്. ഞാൻ ഗൾഫിൽ വരുമ്പോ എന്തുമാത്രം അറബികളെ കാണാമെന്നറിയാമോ? ഇഷ്ടം പോലെ ഉണ്ടാ. ഇഷ്ടം പോലെ കാണാം. അറബി എന്ന് പറഞ്ഞാൽ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. എങ്ങനെ? വെള്ള പേപ്പർ കുമ്പിൾ കുത്തി കമത്തി വെച്ചേക്കുന്ന പോലെ ഇരിക്കും. അറബിയാ. അറബിയുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ നിരങ്ങ അവിടെ പോയി കിടന്നത്. എന്തായാലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഞാൻ പിന്നെ എന്തോരം ഇരിക്കുക, ഞാൻ രക്ഷപ്പെടുത്തി തന്നിരിക്കും. അപ്പൊ ഞാൻ പൈസ ആയിട്ടാണ് വന്നിരിക്കണത്. നമുക്ക് കൊടുക്കാം, അറബി വരുമ്പോൾ കൊടുക്കാം. അറബി വരുമ്പോ അറബി പറയാതറിയാവോ? അയ്യോ, അത് പ്രശ്നമല്ലോ. എങ്ങനെ പറയും ഞാൻ അറബി? നീ പറയണ്ട. അറബി പറയും, ഞാൻ നിന്നോട് പറയും. എങ്ങനെ? അറബി പറയും, ഞാൻ നിന്നോട് പറയും. മനസ്സിലായില്ല. അറബി പറയും, ഞാൻ നിന്നോട് പറയും. അത് തന്നെയല്ല നേരത്തെ 2 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചത്. അതല്ലെന്ന്, അറബി എന്ന് പറഞ്ഞ ആള് അറബിയിൽ പറയുമ്പോൾ ഞാൻ നിന്നോട് തർജിമ ചെയ്തു തരും. അങ്ങനെ പറയണ്ടേ? അങ്ങനെയൊക്കെ കിടന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അറബി വരുമ്പോ പൈസ നീ കൊടുക്കണം. അറബിക്ക് വരാം. നമസ്കാരം പറ. നമസ്കാരം എങ്ങനെ പറയണത്? ഇങ്ങനെ വെച്ചാൽ മതി, എല്ലായിടത്തും ഇതുപോലെ തന്നെ. ഇഷ്ടപ്പെട്ട പുള്ളി പറഞ്ഞത് നിന്നെ അവിടെ കൊണ്ടുവന്ന് പുള്ളിയുടെ വലം കൈ ആക്കുമെന്ന്. വലം കൈ എന്ന് പറഞ്ഞാ ഈ ഭാഗമാ വലം കൈ. ഇതാ വലം കൈ. പുള്ളിയുടെ വലം കൈ ആയിട്ട് നിന്നെ അവിടെ നിർത്തുന്നു. ഈ പുള്ളി പറയുന്നതേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് സർവ്വവിധ എല്ലാ സൗകര്യങ്ങളും പുള്ളി ഉണ്ടാക്കി തരുമെന്നാ പറഞ്ഞത്. ചെന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് തകർക്കാനായിട്ട്. നീ തകർത്തോ? നീ ഇഷ്ടത്തിൽ നിനക്ക് തകർക്കാൻ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനായിട്ട്. നിനക്ക് അവിടെ AC റൂം വേണം. AC റൂം വേണം. AC റൂമിൽ എന്താ പറയാ, AC റൂം തരും. അഥവാ നീ വീട്ടിൽ വിളിക്കുമ്പോഴേ AC റൂം അല്ലെന്നുണ്ട് വീട്ടുകാർ വിശ്വസിച്ചില്ലെങ്കിൽ നീ വീഡിയോ കോൾ ചെയ്തിട്ട് നിന്റെ ദേഹത്ത് നിന്ന് ഐസ് ഇങ്ങനെ പറിച്ചെടുത്ത് കാണിക്കണം അവരെ. അത്ര AC റൂമിനാ തന്നെ കൊണ്ട് കിടത്ത്. അതിന് ഞാൻ അവിടെ മീൻ കച്ചവടത്തിനാണോ പോകുന്നത്? അതുപോലെ പുള്ളിക്ക് വലിയ വീടുണ്ടെന്ന് AC വീടിനകത്ത്. പൈസ കല്ലുമായിക്കുള്ള പരിപാടി നോക്കണം. പൈസ കല്ലുമായിക്കുള്ള ഈ വേഷം ഇട്ടിട്ട് കുറച്ചെങ്കിലും ഞാൻ വിലസിന്റെ ആട്. പറയുന്നതേ അവിടെ ചെന്ന് കഴിയുമ്പോ അടങ്ങി ഒതുങ്ങിയൊക്കെ അവിടെ നിക്കണമെന്നാ പുള്ളി പറഞ്ഞത്. അങ്ങനെ നിൽക്കണമെന്ന് അറിയാലോ. പൈസ വാങ്ങിക്കാം. ഞാൻ പൈസ വാങ്ങിക്കാനാ. പൈസ വാങ്ങിക്കണം. പൈസ വാങ്ങിച്ചിട്ട് പറഞ്ഞ പറഞ്ഞ പട്ടിയെ പറഞ്ഞു വിടും. അതെ. അപ്പൊ അല്ല, നീ പൈസ വാങ്ങിച്ചിട്ടെ നിന്നെ അങ്ങോട്ടേക്ക് ഗൾഫിലോട്ട് പറഞ്ഞു വിടാനെന്ന്. പൈസ പട്ടിയെ പറഞ്ഞു വിടാം. പൈസ കൊടുക്കല്ലേ? നീ പൈസ കൊടുക്കാൻ വന്നോ? അത് അന്നെങ്കിൽ പൈസ കൊടുക്ക, അത് കൊടുക്കാതെ പൈസ ജീവിതമാർഗമാണ്. അറബിലെ പ്രാർത്ഥനയാണ്. അറബിലെ പ്രാർത്ഥന ഈ രക്ഷപ്പെടട്ടെ. പൈസ കൊണ്ടും മുങ്ങിന്ന്, അല്ല പൈസ കൊണ്ടും പൊങ്ങിന്ന് പുള്ളി പറന്നു പോയെന്ന് പറഞ്ഞ. എന്റെ ദൈവമേ, കണ്ടോ എന്ത് മാന്യനാണല്ലേ. എന്തോ മാന്യൻ അറബി എന്ന് പറഞ്ഞാൽ നീ അവിടെ ചെന്നിട്ട് എന്ത് പോകുന്നറിയാവോ? ഇനി അടുത്ത പദ്ധതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത്രയും പൈസ കൊടുത്ത സ്ഥിതിക്ക് എമിഗ്രേഷൻ പാസ് ആകണം. 8ാം ക്ലാസ് പാസ്സായതിനെ കൃത്യമായിട്ടാ
അതുപോലെ നീ മിമിക്രിയെ കുറിച്ചൊക്കെ പാസ്സാകണമെന്ന് പറഞ്ഞ എന്താ പാസ്സാവണമെന്ന് പറഞ്ഞ് മിമിക്രേഷൻ എമിഗ്രേഷൻ എന്ന് പറഞ്ഞു എമിഗ്രേഷൻ പാസ്സാവണമെന്ന് എന്ന് പറഞ്ഞ മനസ്സിലായില്ല. ഇടയ്ക്ക് എയർപോർട്ടിനകത്ത് നിന്റെ പാസ്പോർട്ടിലാണ് കൊണ്ട് കൊടുത്ത് നീ ആന്നോ പാസ്പോർട്ടിനകത്ത് പാസ്പോർട്ടിന്റെ പുറത്ത് നീ ആന്നൊക്കെ നോക്കുന്ന ഒരു സംഭവമാണ്. അത് പാസ്സായിട്ട് നീ എയർപോർട്ടിനകത്ത് അങ്ങോട്ട് പോകുമ്പോൾ തിളങ്ങുന്ന ക്ലാസ് ഒക്കെ ഉണ്ട്. അത് നോക്കി അവിടെ നിൽക്കരുത്. അവിടെ നേരെ മേളിൽ കയറി ചെല്ലണം. അപ്പൊ അവിടെ ഇങ്ങനെ നിരങ്ങിപ്പോണ ഒരു ഏണിയില്ലേ? എന്താ ഇങ്ങനെ നിരങ്ങിപ്പോണ ഒരു ഏണിയില്ലേ? എനിക്ക് ഇവിടെ കാണാൻ നിന്നാ മതിയോ? നിനക്ക് ഇവിടെ കാണാൻ നിന്നാ പോരാ. നീ നിനക്ക് കയറി പോകണം. നിരങ്ങി പോകുന്ന ഏണി എന്നല്ലേ പറയണ്ടേ? പിന്നെ? Accelerator. അതേ കയറി മേലോട്ട് പോകുന്നു. അതേ കയറി അങ്ങോട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. നല്ല രസം. ഞാൻ എനിക്ക് മേളിൽ പോണം, താഴത്തേക്ക് വരണം. അയ്യോ നീ ഗൾഫിൽ എത്ര അടുത്ത് വലിഞ്ഞു കയറുവാടാ ഇതുപോലെ സംഭവം. അങ്ങനെ ഇമിഗ്രേഷൻ പാസ്സായിട്ട് നീ നേരെ ടൂട്ടി ഫ്രീക്കകത്ത് കയറിയിരിക്കും. ടൂട്ടി ഫ്രീക്കകത്ത് കയറിയിരിക്കും. അതെന്താ? അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് വിശ്രമിക്കാനുള്ള സ്ഥലം. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഫ്ലൈറ്റിന്റെ സമയമാകുമ്പോഴേ കുറെ പെണ്ണുങ്ങൾ വന്ന് നിന്നെ പൊക്കി എടുത്തിട്ട് അങ്ങോട്ട് പോയി ഫ്ലൈറ്റിനകത്ത് കയറ്റിയൊക്കെ ഇരുത്തും. പിന്നെ നിന്റെ യാത്ര അങ്ങോട്ട് തുടരുവാ. അങ്ങ് കൂടെ ഉണ്ടാവും. ആര് പറഞ്ഞില്ല പെണ്ണുങ്ങൾ നിന്റെ കൂടെ വരാൻ നിന്റെ കുഞ്ഞമ്മയൊന്നും അല്ലല്ലോ. അവർ ആ എയർപോർട്ടിനകത്ത് ആ ഫ്ലൈറ്റിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ബെൽറ്റ് ഇടണം. ഫ്ലൈറ്റ് പൊങ്ങുമ്പോ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ പൊങ്ങിപ്പോകും? എന്നിട്ട് ഫ്ലൈറ്റിന് ബെൽറ്റ് ഇട്ട് താഴെ നിർത്തുന്ന കാര്യമല്ല പറഞ്ഞേ. ഫ്ലൈറ്റ് മേലോട്ട് പൊങ്ങുമ്പോൾ നമ്മുടെ ദേഹത്ത് ബെൽറ്റ് ഇടണമെന്ന്. എന്തിനാണ് ബെൽറ്റ് ഇടുന്നത്? അല്ലെങ്കിൽ ഇവിടുന്ന് ഉരുണ്ട് കയറി ഇനി വരും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റ് കയറാത്തെ. കയറുമായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഫ്ലൈറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.